ഗായ്സ്, ഇന്ന് ഡേ 2 ആണ്. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വന്നു. ഒരു വെറൈറ്റി പൂവൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കം എണീച്ച് താമസിച്ചു, അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ തന്നെ എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒരു സംഭവം ഇങ്ങനെ വലം വയ്ക്കും. ഈ നടയ്ക്ക് ചുറ്റുമായിട്ട് 3 റൗണ്ട് വലം വെച്ചതിന് ശേഷം വിഗ്രഹത്തിനെ കൊണ്ടുപോകും, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ നിന്നു. അവിടെ നിന്ന് ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് പിടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആളായതുകൊണ്ട് ഞാനും അമ്മയും അങ്ങോട്ട് പോയില്ല. ഇന്നത്തേക്കായിട്ട് ഇന്ന് നല്ല തിരക്കുണ്ട് ഗൈസ്. അമ്മ ഇന്നും രാവിലെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ ടോട്ടൽ 3 വിളക്ക് വയ്ക്കുന്നുണ്ട്. ഇത് 3ാമത്തെ വിളക്കാണ്. ലഡു വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ലഡു വലുതാണ്. നമ്മൾ 4 ലഡുവാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൊഴുതു വന്നു. ഇനി നമ്മൾ ഉടുപ്പിക്കല്ലേ പോകുന്നത്. ഇന്നലെ ഇവിടെ ജയറാം സാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ വന്ന് പോയി അല്ലേ, ജസ്റ്റ് മിസ്സായിരുന്നു, കാണാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സെയിം ഇഡ്ഡലി, വട, സാമ്പാർ, ചമ്മന്തി അതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ടാബ്ലറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വന്നു. ഇനി നമ്മൾ നേരെ ഉടുപ്പിക്കാണ് പോകുന്നത്. ഇനി റൂമിൽ ചെന്നിട്ട് റെഡിയായിട്ട് നേരെ ഉടുപ്പിക്ക് വീഴും. 10 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവും. അപ്പോൾ ഗൈസ്, നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇനി ഉടുപ്പിയിലോട്ട് പോവുകയാണ്. അമ്മ പൂവൊന്നും അഴിച്ചു കളഞ്ഞില്ല കേട്ടോ, ഞാൻ അഴിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിലാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പിന്നീട് ഇറങ്ങാം, അല്ലെങ്കിൽ അവരൊന്ന് അടിച്ചിറക്കും. ഇപ്പം ഫൈനലി ബസ്സിൽ കയറിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട് ഉടുപ്പിയിലോട്ട്. ഐഷു, നമ്മളെ മൂകാംബി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു കവാടം ഉണ്ടല്ലോ, ആ കവാടത്തിനടുത്തായിട്ട് നമ്മുടെ ഈ വനദേവത ക്ഷേത്രം കാണും. അപ്പോൾ നമ്മുടെ പുരാണം അനുസരിച്ച് പറയുന്നത് അമ്മ, അതായത് മൂകാംബിക അമ്മയ്ക്ക് കാവലായിട്ടാണ് ഈ വനദേവതകൾ നിലകൊള്ളുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ കവാടം കയറി പോകുന്നേ ആർച്ച്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് അനുവാദം വാങ്ങി വേണം അമ്മയുടെ അടുത്തേക്ക് പോകാനെന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇത് ഞാൻ അമ്മേനെ കൊണ്ട് വോയിസ് ഇടിപ്പിച്ച് എന്തെന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞു വരുമ്പോൾ വേറെ കഥയും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഉടുപ്പിയിലെത്തിയിട്ട് നമ്മളൊരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ അകത്ത് കയറി കൃഷ്ണൻ്റെ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. കുറച്ച് നേരം അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങി, കാരണം നല്ല ചൂടായിരുന്നു ഗൈസ്. അവിടെ എങ്ങും നിൽക്കാൻ പോലും പറ്റില്ല. അത് ആ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. എങ്ങനെയൊക്കെയും നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. അവിടെ ചെന്നിട്ട് റൂമൊക്കെ എടുക്കാമെന്നുള്ള ഒരു രീതിക്കാണ് പോയത്. അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി, അതുകൊണ്ട് അവിടെ പോയി. ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മളിവിടെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ഡോർമെറ്ററി എടുത്തു. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി ചെന്ന് കിടന്നുറങ്ങി സമാധാനമായി. 3 മണിക്കാണ് ട്രെയിൻ. 2 മണിക്ക് ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറാം. ഗൈസ്, എൻ്റെ ഫ്രൈഡ് റൈസ് വന്നു. അമ്മയുടെ ചോറ് ഇവിടെ ഇതൊക്കെ കിട്ടും, ഇതൊക്കെ തിന്നണം. ഞാൻ അമ്മയുടെ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് കുഴപ്പമില്ല, മീനിപ്പോൾ കഴിച്ച പറ്റും, വേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും പെട്ട് ഭാഗ്യം. ഞാൻ അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞത്. അമ്മ ഒരു ഫിഷ് ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫിഷാണെന്ന് ചോദിച്ചാൽ എന്താണമ്മ, എന്തോ ഒരു ഫിഷ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല. കിങ് ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് മനസ്സിലായി. അമ്മ, എങ്ങനെയുണ്ട് ഫുഡ്? ഓക്കെ എന്നാണ് അമ്മ പറയുന്നത്. കഴിച്ചതിൻ്റെ ദഹനം മാറ്റാൻ അമ്മ ഒരു കൂൾ ഡ്രിങ്ക്സ് കൂടെ പറഞ്ഞു. എന്താ പൈനാപ്പിളാ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഗൈസ്.
ഇല്ല, വെറുതെ വിടൂല. ഇനി ചെന്നിട്ട് നമുക്ക് എത്ര മണി വരെ? രാവിലെ 2 മണി വരെ സമയമുണ്ട് കിടന്നുറങ്ങാൻ. എൻ്റെ അമ്മേനെ കോലം ഒന്ന് കണ്ട. ഉടുപ്പിയിലെ തിരുവോരങ്ങളിൽ ഇങ്ങനെ അലഞ്ഞ് അതല്ലേ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് നീങ്ങാത്ത എസ്കലേറ്റർ കയറി മണ്ടയിറങ്ങാം. നോട്ട് വർക്കിംഗ്, ബട്ട് നമ്മൾ വർക്കിപ്പിക്കും നമ്മളെ കാലുകൾ കൊണ്ട്. അച്ഛാ, വല്ല കാര്യം ഉണ്ടായിരുന്ന റോഡിൽ കൂടെ മര്യാദയ്ക്ക് നടക്കുക. അതിൻ്റെ അഹങ്കാരം. ഇതിനകത്താണ് ഗൈസ് നമ്മുടെ റൂമത്തെ ഡോർമെട്രി. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. റൂമിൻ്റെ ഡോർമെട്രി പോലെ AC കൊണ്ട് ഗൈസ്. ഇനിയിപ്പോൾ തണുപ്പത്ത് കിടന്നൊന്ന് ഉറങ്ങണം അല്ലേ അമ്മ? അച്ചുവാനും മുമ്പ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കിടക്കാല്ലേ. ഗൈസ്, എനിക്ക് 8ൻ്റെ എല്ലാവരും ഒരു 16ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ആ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനൊരു 7-8 വട്ടം വൊമിറ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് കുറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയില്ല. ആകെ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി തിരിച്ച് ഏകദേശം ഇതിപ്പോൾ എത്താറായ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൻ്റെ അവിടുത്തെ കടയുടെ അവിടെ എത്തി. കാരണം ഒരു ലൈൻ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ എത്തിയ ഉടനെ ഈ ചൂട് കഞ്ഞി മാങ്ങാച്ചാറും കുടിച്ചതിന് ശേഷമാണ് ഗൈസ് ഞാൻ തല പൊക്കിയത്. അപ്പോൾ നമ്മുടെ മൂകാംബിക വ്ളോഗ് ഇവിടെ തീരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.